എൻ്റെ അതേ മുഖമുള്ള ഒരു ചേച്ചി. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപ്പു പറയെ കാശിയുടെ നെഞ്ചിൽ ഒരു മിന്നലൊളി പാഞ്ഞു. ആദ്യം ഒത്തിരി സന്തോഷം തോന്നി കാശിയേട്ടാ. പക്ഷേ പിന്നെ എൻ്റെ അമ്മ ചതിക്കപ്പെട്ടതല്ലേ എന്ന് ഓർത്തപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി. എൻ്റെ അമ്മ അയാളെ ഒരുപാട് സ്നേഹിച്ചിട്ടാവില്ലേ കാശിയേട്ടാ അത്രയും തകർന്നു പോയത്? നിറഞ്ഞു തൂവുന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. എവിടെ വെച്ചാണ് അപ്പു ആ കുട്ടിയെ കണ്ടത്? കാശി അവളെ ഒന്നുകൂടെ ഒതുക്കി പിടിച്ച് ആ നെറുകയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ചോദിച്ചു. അത് പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ചാണ് കണ്ടത്. അവിടെ പോയി ബസ് കയറിയതിന് അവൻ വഴക്ക് പറയും എന്നോർത്ത് അപ്പു ഒരു പരിങ്ങളോടെ പറഞ്ഞു. അതെന്തിനാ അപ്പു അങ്ങ് പോയത്? കോളേജിന് മുന്നിൽ നിന്നാ പോരായിരുന്നോ? കാശി മെല്ലെ തിരക്കി. അച്ചു ഈ ചേച്ചിയെ നേരത്തെ കണ്ടിട്ടുണ്ട് കാശിയേട്ടാ. എന്നിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ് ഇന്ന്. ഇനി അപ്പു അവിടെ പോവില്ല, കോളേജിന്റെ മുന്നിൽ നിന്ന് ബസ് കയറിക്കൊള്ളാം, അപ്പു വല്ലായ്മയോടെ പറഞ്ഞു. അത് ചിലപ്പോൾ എൻ്റെ അപ്പൂട്ടൻ്റെ ആരും ആവില്ല പൊന്നെ. ഒരാളെ പോലെ 7 പേര് ഉണ്ടാവുമെന്നല്ലേ, അതുപോലെയാവും ഇത്. ഇനി എൻ്റെ അപ്പൂട്ടൻ അതൊന്നും ഓർക്കേണ്ട കേട്ടോ, കാശി അവളോട് ഉറപ്പിക്കാൻ എന്ന പോലെ വീണ്ടും പറഞ്ഞു. അല്ല കാശിയേട്ടാ, ഇത് വെറും ഒരു സാമ്യമല്ല, ശരിക്കും ഒരുപോലെ തന്നെയുണ്ട്. ഏട്ടൻ ഒന്ന് കണ്ടു നോക്കിക്കേ, അപ്പോ അറിയാം. അപ്പു മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പുവിന് ആ കുട്ടി ആരാണ് എന്നും എവിടെ ഉള്ളതാണോ എന്നൊക്കെ അറിയണോ? അറിയണമെങ്കിൽ നമുക്ക് പോയി കണ്ടെന്ന് സംസാരിക്കാം, കാശി അവളെ ചേർത്ത് പിടിച്ചിരുന്നു കൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്കിനി ആ ചേച്ചിനെ കാണേണ്ട കാശിയേട്ടാ, ആരാന്ന് അറിയുകയും വേണ്ട. അപ്പു നെഞ്ചിൽ വെങ്ങുന്ന സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇനി അതൊന്നും ഓർക്കേണ്ട, ഉറങ്ങിക്കോ, പതിയെ അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഒരു വെക്കേഷന് വന്നപ്പോഴാണ് വൈദു അപ്പ പ്രഗ്നന്റ് ആണെന്നും അതിന്റെ കാരണക്കാരൻ ആരെന്ന് ചോദിച്ചിട്ട് അപ്പ പറഞ്ഞില്ല എന്നുമൊക്കെ തറവാട്ടിലുള്ളവർ പരസ്പരം പറയുന്നത് കേട്ടത്. അന്ന് അതിന്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. അപ്പയ്ക്കൊപ്പം വയലും തോടും അമ്പലക്കുളവും തോട്ടിലെ മീൻപിടുത്തവും ഒക്കെ ആയിട്ട് അവധിക്കാലം ആസ്വദിക്കാൻ വന്ന എന്നോട് അപ്പ ഒന്നും മിണ്ടിയത് പോലുമില്ല. എന്തിന് മുഖത്തേക്കൊന്ന് നോക്കിയത് പോലുമില്ലായിരുന്നു. ആ ദേഷ്യത്തിൽ തിരികെ പോകുമ്പോൾ ആളോട് യാത്ര പോലും പറഞ്ഞിരുന്നില്ല. പിന്നെയും കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. എപ്പോഴോ എന്നെ കാണാൻ വന്ന അച്ചച്ചനാണ് പറഞ്ഞത് അപ്പ പോയെന്ന്. എവിടെ പോയി, എന്ന് വരും എന്ന് എൻ്റെ ചോദ്യത്തിന് ഇനി ഒരിക്കലും മടങ്ങി വരാത്തിടത്തേക്ക് പോയെന്ന് കണ്ണു നിറച്ചാണ് അച്ചച്ചൻ പറഞ്ഞത്. അന്ന് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് സങ്കടം തിരുവോളം കരഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ പതിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അടുത്ത വെക്കേഷന് ചെല്ലുമ്പോൾ കണ്ടു അച്ചമ്മയുടെ ഒക്കത്തിരിക്കുന്ന സുന്ദരിയായ ഒരു പാവക്കുഞ്ഞിനെ. ആ അവധിക്കാലം മുഴുവൻ അവളെ നിലത്ത് വെക്കാതെ കൊണ്ടു നടന്നിരുന്നു. പിന്നെ പിന്നെ തറവാട്ടിലേക്ക് പോകാൻ തോന്നാൻ അപ്പു ഒരു കാരണമായെങ്കിൽ അച്ഛൻ്റെ അവഗണന തന്നെ കാണുമ്പോൾ ഹേമയ്ക്കുള്ള അച്ഛനോടുള്ള അമിത സ്നേഹപ്രകടനവും അങ്ങോട്ട് പോകാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഇത്തിരി വളർന്ന ശേഷം പെണ്ണ് പിന്നെ അച്ചമ്മയുടെ നേരിയതിൻ്റെ തുമ്പിൽ പിടിച്ചേ നടക്കൂ. ഞാൻ 10ാം ക്ലാസ് വെക്കേഷന് പോയ സമയത്താണ് അച്ചുവിനൊപ്പം കളിച്ച് കളിച്ച് കുളത്തിൻ്റെ അടുത്തേക്ക് പോയ കുഞ്ഞു പെണ്ണിൻ്റെ ചെവിയിൽ പിടിച്ചത്. അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയതിന് പേടിപ്പിക്കണം എന്നേ കരുതിയുള്ളൂ. എന്നാൽ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി അന്ന് ചെവി ഒരൽപ്പം മുറിഞ്ഞു. പിന്നീട് കല്യാണം നടന്ന് ഇവിടെ വരും വരെയും പേടിച്ചിട്ട് തൻ്റെ കൺവെട്ടത്ത് വന്നിട്ടില്ല കുറുമ്പി. ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല കേട്ടോ കാശിയേട്ടാ. കാശിയേട്ടനെ സ്നേഹിക്കാനും പ്രണയിക്കാനും കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ എൻ്റെ അപ്പൂട്ടനല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നിന് കാശിയേട്ടൻ മതി, കാശിയേട്ടൻ്റെ മാത്രം അപ്പൂട്ടൻ. കൈവണ്ണയിൽ മുഖം കയറ്റി വെച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുന്ന അവൾക്കരികിൽ ചേർന്ന് കിടന്നുകൊണ്ട് കഴിഞ്ഞുപോയ കുറേയേറെ കാര്യങ്ങൾ ആലോചിച്ചു ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു കാശി. വന്നിട്ട് ഒരുപാട് നേരമായോ അച്ചു? വായനശാലയുടെ മുറ്റത്ത് നിന്ന് അച്ചുവിൻ്റെ അരികിലേക്ക് വന്ന കാശി തിരക്കി. ഇല്ല കാശി ചേട്ടാ, ഞാൻ അമ്പലത്തിൽ കയറി തൊഴുത് ഇങ്ങ് വന്നതേയുള്ളൂ. അച്ചു, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അച്ചുവിന് അറിയുന്നത് എന്നോട് വ്യക്തമായിട്ട് പറയണം, അപ്പു അറിയരുത് ഞാൻ ചോദിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് കാണാം എന്ന് ഞാൻ പറഞ്ഞത്, കാശി അവളോട് പറഞ്ഞു. എന്താ കാശിയേട്ടാ? എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഇന്നലെ നിങ്ങൾ കണ്ട ആ പെൺകുട്ടിയെ ഇതിനു മുമ്പ് എപ്പോഴാണ് അച്ചു കണ്ടത്? 2 ദിവസം മുമ്പ് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാൻഡിൽ പോയത്. അന്നാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഒരു കൗതുകം തോന്നിയിട്ട് മിനിഞ്ഞാന്നും അവിടെ പോയപ്പോൾ ആ ചേച്ചിയെ കണ്ടു. അപ്പൂവിനൊരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ അവളെയും കൂട്ടി പോയത്. പക്ഷേ ആ ചേച്ചിയെ കണ്ടപ്പോൾ ആദ്യം അത്ഭുതത്തോടെ സന്തോഷത്തോടെ ഒക്കെ ഇരുന്നവൾ പിന്നീടങ്ങ് എത്തുവോളം കരഞ്ഞു. അവൾക്ക് ഇത്രയും സങ്കടമാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കില്ലായിരുന്നു കാശി ചേട്ടാ, അച്ചു വല്ലായ്മയോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല അച്ചു, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. കോളേജിന്റെ മുന്നിൽ നിന്ന് ബസ് കയറിയാൽ മതി. ഞാൻ അച്ചുവിനോട് ചോദിച്ചതോ പറഞ്ഞതോ ഒന്നും അപ്പു അറിയണ്ടാട്ടോ. കാശി കർക്കശമായി പറഞ്ഞതും അച്ചു ഒന്നും മൂളി. ഇനി നീ എന്ത് തീരുമാനിച്ചു കാശി? ആ കുട്ടിയെ പോയി കാണുന്നുണ്ടോ അതോ വിട്ടുകളയുന്നോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമലിന് ആകെ ഒരു അന്താളിപ്പായിരുന്നു. വിട്ടുകളയാനോ?
അവൾ എൻ്റെ അപ്പുവിൻ്റെ ആരാണ് എന്ന് എനിക്ക് അറിയണം. എൻ്റെ അപ്പുവും അവളും ഒരച്ഛൻ്റെ മക്കളാണെങ്കിൽ അയാൾ എന്തിന് എൻ്റെ അപ്പയെ ചതിച്ചു കളഞ്ഞു എന്ന് എനിക്ക് അറിയണം. വിടില്ല ഞാൻ അയാളെ. കടപ്പല്ല് കടിച്ചു ഞെരിച്ചുകൊണ്ട് പകയോടെ കാശി മുരണ്ടു. കാശി, ഇവിടെ നീ കാര്യങ്ങൾ സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും മറുഭാഗത്ത് അപ്പുവിൻ്റെ അച്ഛനാണെങ്കിൽ അവൾക്ക് നോവുമെടാ. അമൽ അവനോട് കാര്യമായി പറഞ്ഞു. എൻ്റെ അപ്പുവിന് അച്ഛൻ വേണ്ട അമലേ. അച്ഛനെന്നല്ല, ഇനി പുതുതായി ഒരു ബന്ധവും വേണ്ട. അവൾക്ക് ഞാൻ മതി, ഞാൻ മാത്രം. അവൾ എൻ്റെതാണ്, എൻ്റേത് മാത്രം. കാശി ഒരു ഉന്മാദിയെപ്പോലെ പറഞ്ഞു. കാശിയേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ താമസിച്ചേ? ഞാൻ നമുക്ക് കഴിക്കാൻ പുട്ടുണ്ടാക്കി വെച്ചു. പപ്പടം വറുക്കാം. പഴവും കൂടെ കൂട്ടി കഴിക്കില്ലേ? പുട്ട് പാത്രത്തിലേക്ക് ഇളക്കിയിട്ട് ആ കോൽ കയ്യിൽ വെച്ചുകൊണ്ട് അപ്പു ചോദിച്ചു. കാശി കയ്യിലിരുന്ന മീൻ സ്ലാബിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് പെണ്ണിനെ ഒന്ന് നോക്കി. പുട്ട് തള്ളുന്ന കോലുമായിട്ട് എന്നെ തല്ലാൻ നിൽക്കുവാണോ അപ്പൂട്ടാ? അവളോട് ചേർന്ന് നിന്ന് കാശി ചോദിക്കെ പെണ്ണ് കുറുമ്പോടെ അവനെ നോക്കി കണ്ണു മുഴിപ്പിച്ചു. ഞാനേ അപ്പൂട്ടാ, എൻ്റെ കുറുമ്പി പെണ്ണിന് മീൻ ഒരുപാട് ഇഷ്ടമായോണ്ട് അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. കാശി ഒരു മൺചട്ടിയിൽ കട്ട് ചെയ്ത് വാങ്ങിച്ച മീൻ കവറിൽ നിന്ന് തട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു. ഇതെന്ത് മീനാണ് കാശിയേട്ടാ? അപ്പു മീനിൽ നോക്കിയിട്ട് അവനോട് ചോദിച്ചു. ഇതേ കേര മീനാണെന്നാണ് പറഞ്ഞത്. മീനിൻ്റെ പേരൊന്നും എൻ്റെ അപ്പുവിന് അറിയില്ലേ? കാശി അവളുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് ചോദിച്ചു. ഇല്ല, അമ്മമ്മ മീനൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പൂപ്പനും എനിക്കും വേണ്ടി വാങ്ങി പുറത്തെ അടുക്കളയിൽ വെച്ച് ശാന്തമാമി ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് എനിക്ക് പേരൊന്നും അറിയില്ല. പെണ്ണ് പപ്പടം വറുത്തുകൊണ്ട് തന്നെ കാര്യമായി പറഞ്ഞു. ഞാനിവിടെ ഇടയ്ക്കൊക്കെ വാങ്ങും. ഇതുപോലെ അവർ തന്നെ വൃത്തിയായി കട്ട് ചെയ്തു തരും. ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി എടുത്ത് കറി ഉണ്ടാക്കും. കപ്പ പുഴുക്കും കൂടെ ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട. കാശി പെണ്ണിനെ കൊതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് എനിക്ക് കപ്പയും മീൻകറിയും ഉണ്ടാക്കി തരുമോ? മടിയേതുമില്ലാതെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാൻ ചോദിക്കുന്ന ആ കുഞ്ഞു പെണ്ണിനെ കാശി കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു പോവുകയായിരുന്നു. പിന്നെന്താ, ഇന്ന് എൻ്റെ കുറുമ്പി പാറുവിന് കപ്പയും മീൻകറിയും ഉണ്ടാക്കി തന്നിരിക്കും കാശിയേട്ടൻ. പെണ്ണിൻ്റെ കാതോരം ചുണ്ടു ചേർത്ത് അവൻ പറയെ ഇക്കിളി എടുത്തിട്ട് പെണ്ണൊന്ന് കുതിർന്ന് ചലിക്കാൻ പോലും ആവാതെ നിന്നുപോയി. എന്തു പറ്റി? കാശി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അപ്പു ചുമലനയ്ക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാനീ കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അപ്പൂട്ടൻ അടുത്തു നിന്ന് കണ്ടു പഠിക്കണം കേട്ടോ. അടുത്ത തവണ എൻ്റെ അപ്പൂട്ടൻ വേണം മീൻകറി ഉണ്ടാക്കി കാശിയേട്ടന് തരാൻ. ഫ്രിഡ്ജിൽ നിന്ന് ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ എടുത്ത് പുറത്തു വയ്ക്കുമ്പോൾ കാശി പറഞ്ഞു. അപ്പു സന്തോഷത്തോടെ ഒന്ന് മൂളി. എന്നാൽ നമുക്ക് പുട്ട് കഴിച്ചിട്ട് മീനിൻ്റെ പണി നോക്കാം. കഴിക്കാനുള്ളതൊക്കെ എടുത്തോ? കൈ കഴുകിക്കൊണ്ട് കാശി പറഞ്ഞു. അച്ചച്ചൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആ കുട്ടി അതാരാണെന്ന് അറിയണ്ടേ? അതുപോലെ തൻ്റെ അച്ഛൻ ആരെന്ന് അറിയാനുള്ള അവകാശം എൻ്റെ അപ്പൂനില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ജഗന്നാഥനോട് കാശി തിരക്കി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാം കുത്തിപ്പൊക്കിയിട്ട് എന്തിനാ കാശി? എൻ്റെ മോളെ തിരികെ കിട്ടോ എനിക്ക്? വേദനയോടെ ആ മനുഷ്യൻ ചോദിച്ചു. വീണ്ടും കുത്തിപ്പൊക്കി ആർക്കും ഒന്നും നഷ്ടപ്പെടുത്താനോ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനോ അല്ല അച്ചച്ച. അപ്പു അവളെ എനിക്ക് എത്ര നാള് ആരും കാണാതെ പിടിച്ചു വെക്കാൻ പറ്റും? ഇപ്പോൾ അപ്പു ആ കുട്ടിയെ കണ്ടതുപോലെ അവളോ അവളുടെ ബന്ധുക്കളോ എൻ്റെ അപ്പുവിനെ കണ്ടാൽ അവളെ അന്വേഷിച്ചു വരില്ല എന്ന് അച്ചച്ചന് ഉറപ്പ് പറയാൻ പറ്റുമോ? കാശിക്ക് അയാളുടെ ആ നിസ്സംഗഭാവം കണ്ട് ദേഷ്യം വന്നു. എൻ്റെ മോളെ ചതിച്ചു കടന്നു കളഞ്ഞവൻ ഇനി വരുമോ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ഇതുവരെ ആ കുട്ടിയെ അന്വേഷിച്ചു വരാത്തവർ ഇനിയും വരില്ല. അയാൾ കസേരയിൽ ചാഞ്ഞിരുന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ആരാണെന്നും എവിടെയുള്ള ആളാണെന്നും അച്ചച്ചന് അറിയുമോ? ചോദിക്കുമ്പോൾ അയാളുടെ ഭാവം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാശി. ആരെന്നറിയില്ല, പക്ഷേ അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും അതൊരു മുസ്ലിം പയ്യനാണെന്നും ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടുവന്ന അവളുടെ ഡയറിയിലുണ്ടായിരുന്നു. പക്ഷേ പേരോ സ്ഥലമോ ഫോട്ടോയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ അവൾ അതിൽ മുഴുവൻ ഇക്കു എന്നും വൈദുവിൻ്റെ ഇക്കൂസ് എന്നും ഒക്കെ എഴുതി നിറച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പയ്യൻ മുസ്ലിമാണെന്ന് അറിഞ്ഞതോടെ അനിയത്തി ഇങ്ങനെ നിന്നു പോയാൽ കുഴപ്പമില്ല, അവനെ അന്വേഷിച്ച് കണ്ടെത്തണ്ട എന്ന് എൻ്റെ മക്കൾ അങ്ങ് തീരുമാനിച്ചു. നിറമിഴിയൊപ്പി അയാൾ പറഞ്ഞു. കൊള്ളാം, അനിയത്തി പിഴച്ചു പറ്റാലും കുഴപ്പമില്ല. പക്ഷേ മുസ്ലിം പയ്യനായതാണ് കുഴപ്പം. അച്ചച്ചനും അതേ മനോഭാവം ആയിരിക്കുമല്ലോ. അതാവുമല്ലോ മക്കൾ അറിയാതെ പോലും ഒന്ന് അന്വേഷിക്കാൻ തോന്നാഞ്ഞത്. ചോദിക്കുമ്പോൾ പുച്ഛത്താൽ അവൻ്റെ മുഖം ഒന്ന് കോടി. അന്നത്തെ ചിന്താഗതിയൊക്കെ അങ്ങനെയായിരുന്നു. പഠിക്കാൻ വിട്ട മോള് ഊമയെപ്പോലെ വന്നു കയറിയപ്പോൾ, അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഒരച്ഛൻ എന്ന നിലയിൽ നിന്ന് ചിന്തിച്ച് ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ജഗന്നാഥൻ വേദനയോടെ അവനോട് പറഞ്ഞു. അച്ചച്ചൻ ഒരിക്കലും അച്ഛൻ എന്ന നിലയിലല്ല ചിന്തിച്ചത്. ജാതിയും മതവും പണവും തലയ്ക്ക് പിടിച്ചൊരു ജന്മി മാത്രമായിരുന്നു നിങ്ങൾ അച്ഛനും മക്കളും. ഒരിക്കലും വൈദു അപ്പോട് നീതി പുലർത്തിയില്ല. അപ്പ ചെയ്തത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷേ ശരിക്കൊന്ന് അന്വേഷിച്ചുവെങ്കിൽ അയാളെ കണ്ടെത്താമായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛൻ ഇന്നയാളാണ് എന്നെങ്കിലും അപ്പുവിനോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അത്രയും ദയയെങ്കിലും അപ്പയോടും അവളോടും കാണിക്കാമായിരുന്നു. ഇതിപ്പോ അച്ഛൻ ആരെന്ന് പോലും അറിയാതെ ഈ 18 വർഷവും ഈ തറവാട്ടിൽ തന്നെ ഇതുങ്ങളുടെ വായിൽ നിന്ന് തന്ത ആരെന്ന് അറിയാത്തവൾ എന്ന പേരും കേട്ടാണ് ആ പാവം ജീവിച്ചത്. വിമർശത്തോടെ പറഞ്ഞുകൊണ്ട് കാശി പോകാനായിട്ട് എഴുന്നേറ്റു. മോനെ, എൻ്റെ കുഞ്ഞ്, അവള്. അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം നിർത്തി. ഞാനായിട്ട് ഒന്നും അവളോട് പറയില്ല. പക്ഷെ അവൾക്ക് അവളുടെ ചോരയിലേക്ക് എത്താനുള്ള വഴി ആ മുഖത്തിലൂടെ തന്നെ ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പയുടേതായി ആ തലമുടിയും നോട്ടവും അല്ലാതെ എന്തെങ്കിലുമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ അവളുടെ ആ മുഖം അതവളുടെ അപ്പൻ്റെ വഴി തന്നെയാവും. കാശി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. മോള്, അവൾ എന്താ പറയുന്നത് കാശി? അവൾക്ക് ഇപ്പോൾ അവരെ ഒന്നും വേണ്ടാന്ന് പറയുന്നു അച്ചച്ച. പക്ഷേ അവളുടെ അച്ഛൻ, അയാൾ ഏതെങ്കിലും വിധത്തിൽ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ അവളുടെ ഇപ്പോഴത്തെ തീരുമാനമൊക്കെ മാറും. ദയനീയമായി തന്നെ നോക്കിയിരിക്കുന്ന ആ വൃദ്ധനെ നോക്കി പറഞ്ഞു. അച്ചച്ചൻ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. എന്താ ഏതാ എന്നൊക്കെ. സംഭവിച്ചതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഇനിയും അതേ തെറ്റ് ആവർത്തിക്കാതെയെങ്കിലും ഇരിക്കണമല്ലോ. കാശി അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൈവേദന ഇപ്പോൾ എങ്ങനെയുണ്ടമ്മേ? ഇപ്പോഴും വേദനയുണ്ടോ? കെട്ടിപ്പൊതിഞ്ഞ് അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഹേമയുടെ അരികിൽ വന്നിരുന്ന് ചോദിക്കുമ്പോൾ ആദിക്ക് ശരിക്കും സങ്കടം തോന്നി. അമ്മയെ പുറത്തു കൊണ്ടുവന്ന് കാണാൻ പോലും നിൽക്കാൻ തോന്നിയില്ലേ ആദി നിനക്ക്? സങ്കടത്തോടെ ഹേമ ചോദിച്ചു. അമ്മേ, അത്. ആദി അതിലേറെ സങ്കടത്തെ അമ്മയെ നോക്കി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് തന്നെ ജീവനാണ്. ആ അമ്മയെ ഐസിയുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരും വരെ നിൽക്കാൻ പോലും മനസ്സ് കാണിക്കാതെ പോയത് തെറ്റ് തന്നെയാണ്. ആ കുറ്റബോധം ഉള്ളിൽ ഒളിപ്പിച്ച് തന്നെയാണ് ഈ ഒരാഴ്ചയും സോണിക്കൊപ്പം സന്തോഷം അഭിനയിച്ചു നിന്നതും. ആദി വേദനയോടെ ഹേമയുടെ തോളിൽ ചാഞ്ഞിരുന്നു. അമ്മ ചുമ്മാതെ ചോദിച്ചതാടാ ചെക്ക. സോണി മോൾക്കും നിനക്കും പോകാനൊട്ടും ഇഷ്ടമില്ലായിരുന്നുവെന്നും എല്ലാവരും കൂടെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണെന്നും ഒക്കെ ഏട്ടത്തി പറഞ്ഞു. ഹേമ സന്തോഷത്തോടെ പറയെ ആദി അവരെ നോക്കി വേദന നിറഞ്ഞൊരു ചിരി ചിരിച്ചു. എന്താടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ കുട്ടിയെ കാണാൻ പോകാം എന്ന് വെച്ചാൽ തന്നെ പെട്ടെന്ന് ഓടിപ്പോയി കാര്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. ആലോചനയോടെ ഇരിക്കുന്ന കാശിയുടെ തോളിൽ തട്ടിക്കൊണ്ട് അമൽ തിരക്കി. എന്തായാലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ കുട്ടിയെ പിന്തുടർന്ന് തന്നെ പോകണം. അതിനു മുമ്പ് ഞാൻ ആളെ ഒന്ന് കാണട്ടെ. ഇത്രയധികം സാമ്യം അപ്പുവിന് ഇനി തോന്നിയതാണെങ്കിലോ? കാശി സ്വയം എന്നോണം പറഞ്ഞു. അച്ചുവിനും തോന്നിയതാണോടാ? അവളല്ലേ കണ്ടിട്ട് അപ്പുവിനെ കൊണ്ടുപോയി കാണിച്ചത്? അമൽ ചോദിക്കെ കാശി വല്ലായ്മയോടെ തലയാട്ടി. നീ വിഷമിക്കണ്ട. ഇനി ആര് വന്നാലും സ്വന്തം അമ്മയെ ചതിച്ചു കളഞ്ഞ ആളുടെ ഒപ്പം അപ്പു പോകില്ല, അമൽ ഉറപ്പോടെ പറഞ്ഞു. അയാൾ ചതിയനാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിലും അമലേ, ഏതെങ്കിലും വിധത്തിൽ നിരപരാധിയാണെങ്കിൽ അപ്പു ഇങ്ങനെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാശി ആശങ്കയോടെ തിരക്കി. അതിപ്പോ ഇനി ഏത് ബന്ധുക്കൾ വന്നാലും അവളിൽ നിനക്കുള്ള അവകാശം കഴിഞ്ഞല്ലേ ആർക്കുമുള്ളൂ? കാശിയുടെ വിഷമം കണ്ടിട്ട് അമൽ ചോദിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ അപ്പുവിന് ഞാൻ മതി, ഞാൻ മാത്രം. അത് ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥതയായിരിക്കും. എന്നാലും അവൾക്കിനി പുതിയ ബന്ധുക്കളൊന്നും വേണ്ട, കാശി കൽപ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു. മക്കളെ കാശിദേവ, നീ കെട്ടിയ നിന്റെ വൈദു അപ്പയുടെ മകൾ 18 വയസ്സുള്ള അർപ്പിതാലക്ഷ്മി തന്നെയല്ലേ ഇപ്പോഴും നിന്റെ കെട്ടിയോൾ? അമൽ നാടകീയമായി തിരക്കി. നിനക്കെന്താടാ, കളിയാക്കുന്നോ? അമലിൻ്റെ തോളിൽ രണ്ടിടി ഇടിച്ചിട്ട് കൊണ്ട് കാശി ചോദിച്ചു. എടാ, നീയല്ലേ പറഞ്ഞത് അവൾ കൊച്ചുകുട്ടിയാണ്, അവളെ പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്ത് കെട്ടിച്ചു വിടും, അതുവരെ നീ സംരക്ഷിക്കും എന്നൊക്കെ. കാശിയുടെ അടുത്തു നിന്ന് ഓടി ദൂരെ മാറി നിന്നുകൊണ്ട് അമൽ ഒരു ഇളിയോടെ തിരക്കി. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെടാ, അപ്പോൾ തന്നേക്കാം ഞാൻ. അമലിനെ നോക്കി പല്ല് കടിച്ച് പൊട്ടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഞാൻ കളിയാക്കിയതല്ലടാ, നീയല്ലേ ഇതൊക്കെ പറഞ്ഞത്? കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അമൽ കാശിക്കടുത്തേക്ക് തന്നെ വന്നിരുന്നു. ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ നെഞ്ചിൽ കയറി കൂടിയടാ. ഇനി എനിക്ക് അവളില്ലാതെ പറ്റില്ല. ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കുകയുമില്ല ഞാൻ അവളെ, കാശി പ്രണയം നിറഞ്ഞ മിഴിയോടെ പറഞ്ഞു. സന്തോഷമായടാ, നീ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നീ പോവാൻ പറഞ്ഞാലും അപ്പു നിന്നെ വിട്ടു പോവില്ല, അമൽ അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാമടാ, എനിക്കറിയാം, കാശി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അവൻ്റെ ചിരിയാണെ അമൽ ആക്കിയൊന്ന് ചിരിച്ചു.